ചില സർക്കംസ്റ്റൻസസിൽ ഈ ക്രെഡിറ്റ് പീരീഡ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സെയില് നമുക്ക് എത്തുന്നില്ല. അപ്പോൾ സെയില് കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൂട്ടിക്കൊടുത്താൽ സെയില് കൂട്ടാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പം നല്ല ഡിമാൻഡില്ല, ആ പ്രൊഡക്റ്റ് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പ്രസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ആ സമയത്തും ഈ ക്രെഡിറ്റ് പീരീഡ് കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. പീരീഡ് എത്രമാത്രം കുറഞ്ഞ് എത്ര ഇൻസെൻറ്റീവ് കൊടുത്തിട്ടാണെങ്കിലും ക്രെഡിറ്റ് പീരീഡ് കുറയ്ക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും നല്ല തന്ത്രമാണ്. ആ ക്രെഡിറ്റ് പീരീഡിൽ പൈസ തന്നില്ലെങ്കിൽ ഈ ലോണിലേക്ക് അടവ് പോവില്ല. അപ്പോൾ ലോൺ ആകെ ഡിസോർഡറാവും. ലിമിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പൈസ അല്പം പോലും നമ്മുടെ കയ്യിലില്ലാതെ വരികയും നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പറ്റാതെ, എക്സ്പെൻസസ് കൊടുക്കാൻ പറ്റാതെ, EMI കൊടുക്കാൻ പറ്റാതെ ബാങ്കിൻ്റെ മുന്നിൽ നമ്മളൊരു ഡീഫോൾട്ടറായിട്ട് മാറും. സാർ, ഇപ്പോൾ പല കമ്പനികളും ഇപ്പോൾ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിലിൽ ഈ ക്രെഡിറ്റ് പീരീഡ് കൂടുന്നൊരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു സമയം അവരെ ആ കമ്പനിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ വരുന്നൊരു സമയം കൂടിയാണ്. ശരിക്കും ഈ ക്രെഡിറ്റ് പീരീഡ് കൂടുന്ന കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ്? സാധാരണ ബിസിനസ്സിൽ ഒരു ക്രെഡിറ്റ് പീരീഡ് ഫിക്സ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതൊരു 30 ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 45 ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാഷ് ഫ്ലോ ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 60 പീരീഡിൽ അധികം വരാറില്ല, അല്ലെങ്കിൽ 90 ഡേയ്സ് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ വരാറില്ല. പക്ഷെ ചില സർക്കംസ്റ്റൻസസിൽ ഈ ക്രെഡിറ്റ് പീരീഡ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, ഒന്ന്, സെയില് നമുക്ക് എത്തുന്നില്ല. അപ്പോൾ സെയില് കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൂട്ടിക്കൊടുത്താൽ സെയില് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പം നല്ല ഡിമാൻഡില്ല, ആ പ്രൊഡക്റ്റ് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പ്രസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ആ സമയത്തും ഈ ക്രെഡിറ്റ് പീരീഡ് കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. വേറൊരു സർക്കംസ്റ്റൻസസ് വരുന്നത്, നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സേ ഉള്ളൂ. ആ കസ്റ്റമർ നമ്മളോട് ബാർഗെയിൻ ചെയ്ത് ക്രെഡിറ്റ് പീരീഡ് കൂട്ടി വേണം, അല്ലെങ്കിൽ 60 ദിവസം കൊടുത്തതിന് പകരം 100 ദിവസം കഴിഞ്ഞിട്ടേ പൈസ തരുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ റൈസ് ചെയ്യാറുണ്ട്. വേറെ ഒരു സർക്കംസ്റ്റൻസസ്, നമുക്ക് ഒറ്റ കസ്റ്റമറേ ഉള്ളൂ, അവരെപ്പോൾ തരുന്നോ അന്നേരം മേടിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പല സർക്കംസ്റ്റൻസസും ഇതിന് കാരണമാവാറുണ്ട്. നമുക്ക് ക്രെഡിറ്റ് പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് മുന്നേ കണ്ട് അതിനുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ് തകരാൻ ഇത് ഒരു കാരണം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം 30 ദിവസം ക്രെഡിറ്റ് കൊടുത്താൽ ഇന്ന് മുതൽ 30 ദിവസത്തേക്ക്, ആ 30 ദിവസത്തെ പീരീഡ് കൊണ്ട് നമ്മുടെ കസ്റ്റമർ ഇൻസോൾവെൻ്റ് ആവാനുള്ള സാധ്യത കുറവാണ്. 30 ദിവസമേ ഉള്ളൂവെങ്കിൽ. അത് 180 ദിവസമാണെങ്കിൽ 6 മാസം പീരീഡ്, ആ സമയത്ത് ചിലപ്പോൾ അയാൾ ഇൻസോൾവെൻ്റ് ആവും, അല്ലെങ്കിൽ അയാളെ കാണിയല്ല. തീർച്ചയായിട്ടും. ആ പൈസ കംപ്ലീറ്റ് പോയില്ലേ. നമ്മുടെ ബിസിനസിൻ്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ ബോറോഡ് ഫണ്ടും അതിൽ നിന്ന് പോകും. പീരീഡ് കൂടും തോറും ഈ ഡിസ്പ്യൂട്ട് റിസ്ക് അത് നന്നായി കൂടും. അപ്പോൾ പീരീഡ് എത്രമാത്രം കുറഞ്ഞ് എത്ര ഇൻസെൻറ്റീവ് കൊടുത്തിട്ടാണെങ്കിലും ക്രെഡിറ്റ് പീരീഡ് കുറയ്ക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും നല്ല തന്ത്രമാണ്, ബിസിനസ് സ്ട്രാറ്റജി. ഇതുകൊണ്ടുള്ള കോസ്റ്റ് എന്ന് ചോദിച്ചാൽ, ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന് ഈക്വൽ എമൗണ്ട് ഒന്നെങ്കിൽ നമ്മുടെ ക്യാപിറ്റലായിട്ട് വേണം, അല്ലെങ്കിൽ ലോൺ എടുക്കണം. ആ ക്രെഡിറ്റ് പീരീഡിൽ പൈസ തന്നില്ലെങ്കിൽ ഈ ലോണിലേക്ക് അടവ് പോവില്ല. അപ്പോൾ ലോൺ ആകെ ഡിസോർഡറാവും. അപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇറിക്കവറി വന്നാൽ ലോണിനെ ഇമ്മീഡിയറ്റായിട്ട് അഫക്റ്റ് ചെയ്യും. ലോണിനെ ഇമ്മീഡിയറ്റ് അഫക്റ്റ് ചെയ്താൽ ലോണിൻ്റെ ലിമിറ്റ് നമുക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് പൈസ അല്പം പോലും നമ്മുടെ കയ്യിലില്ലാതെ വരികയും നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പറ്റാതെ, എക്സ്പെൻസസ് കൊടുക്കാൻ പറ്റാതെ, EMI കൊടുക്കാൻ പറ്റാതെ ബാങ്കിൻ്റെ മുന്നിൽ നമ്മളൊരു ഡീഫോൾട്ടറായിട്ട് മാറും.
അത് വലിയൊരു ഇഷ്യൂ ആണത്. ഈ ഒരു സർക്കം അതൊരു കോസ്റ്റാണ്, ആ കോസ്റ്റാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കോസ്റ്റ് ഞാൻ പറഞ്ഞത് പീരീഡ് കൂടുന്തോറും ഡിസ്പ്യൂട്ടിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡിസ്പ്യൂട്ട് വന്നാൽ അവിടെ സെറ്റിൽമെൻ്റാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ പറഞ്ഞത് 1 ലക്ഷം രൂപ തരാനുള്ള ആൾ ഡിസ്പ്യൂട്ട് ആക്കിയാൽ സെറ്റിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 50,000 അല്ലെങ്കിൽ 75,000 രൂപയ്ക്കും. അപ്പം ലാഭവും പോയി മുതലും പോയി. അതിന് കുറച്ച് എമൗണ്ട് ചിലപ്പോൾ ബാങ്കിൻ്റെ പൈസയും നമ്മുടെ മുതലിൽ നിന്നെടുത്ത് അടയ്ക്കേണ്ടതും വരും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വളരെ ഇതാണ്. ചില കേസിൽ ഈ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റിസീവബിളിന് നമ്മൾ എഗനസ്റ്റായിട്ട് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് 90 ദിവസം വരെയുള്ള ഡെറ്റ് മാത്രമേ അവർ ഫൈനാൻസ് ചെയ്യുള്ളൂ. 90 ദിവസം കഴിഞ്ഞാൽ അവർ ഒഴിവാക്കും. അപ്പോൾ ബാങ്ക് ലോണിൻ്റെ ലിമിറ്റ് ഇത് കൂടുന്നതിന് പ്രൊപ്പോർഷനായിട്ടായിട്ട് കൂടിയല്ല, കാരണം അത് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒത്തിരി ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഡെറ്റ് കയറിയാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് സെയിൽസിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിനെ കൂട്ടിയാൽ മിക്കവാറും നമുക്ക് ആ മാർജിൻ ഒന്നും ഇല്ലാതെ ആയിത്തീരുന്നതാണ്. അപ്പം നമ്മളെ അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഡെറ്റേഴ്സ് എന്നത് അല്ലെങ്കിൽ റിസീവബിൾസ് എന്നത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ബിസിനസ്സുകാരത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നേരെ ആ ബിസിനസ് തകർന്നു പോകുന്നതാണ്. തകർന്നു പോകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പറയുന്ന റിയലൈസേഷൻ ഓഫ് ഡെറ്റാണ്. അതായത് റിസീവബിൾസ് കറക്റ്റായിട്ട് മേടിക്കാൻ പറ്റാതെ വന്നാൽ അവർ തരണം. കാരണം വെച്ചാൽ അവിടെ വരുമ്പോൾ അവിടെ കിട്ടുന്നില്ലെങ്കിൽ ബാങ്കിൻ്റെ EMI പോയി, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ എക്സ്പെൻസസ് പേ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ രീതിയിലും നമ്മൾ കാഷിൻ്റെ ഇൻഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഔട്ട്ഫ്ലോ പെൻഡിങ് വെക്കേണ്ടി വരും. ക്രെഡിറ്റ് കൊടുത്ത് തകർന്ന ഒത്തിരി കമ്പനികളുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് അവിടെ ഒരു സ്ട്രിഞ്ചൻറ്റ് ക്രെഡിറ്റ് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസ്സിന് ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മുടെ കോമ്പറ്റീറ്ററേക്കാനും ഒന്നും കൂടി മുന്നേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ, ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരുന്നു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു എങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരികയില്ലായിരുന്നു. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അവർ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ആ ക്രെഡിറ്റ് പീരീഡ് ഫിക്സ് ചെയ്യാനും അത് നിലനിർത്താനും അവരുടെ ബാർഗൈനിങ് കുറച്ചുകൊണ്ട് നമ്മുടെ ബാർഗൈനിങ്ങിൽ കൂട്ടാനും, അതുപോലെ തന്നെ ഒറ്റ കസ്റ്റമറേ ഉള്ളൂ എങ്കിൽ ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ കസ്റ്റമറിലേക്ക് വരികാനുള്ള സ്ട്രാറ്റജികളൊക്കെ അത് നല്ലൊരു കൺസൾട്ടൻറ്റുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു കാര്യം അനലൈസ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ഞാൻ പറയുന്നത് ഒരു ലോങ് റണ്ണിലേക്ക് ഈ ഇഷ്യൂ ഒക്കെ ക്ലോസ് ചെയ്ത് നല്ലൊരു കാഷിൻ്റെ ഇൻഫ്ലോയും നല്ലൊരു അതിന് മാച്ചായിട്ടുള്ള ഒരു ഔട്ട്ഫ്ലോയും കൊണ്ടുവന്ന് വെച്ച് ബിസിനസ് നിലനിർത്താൻ പറ്റും. അല്പം അശ്രദ്ധ ബിസിനസ് തകർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.